പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കളരിയാമ്മക്കാൽ പാലം. പാലം കോടികൾ മുടക്കി പണിതിട്ട് വർഷം 10-10ലേറെയുമായി. പക്ഷേ ഇപ്പോഴും ഇതിലൂടെ ഒരു വാഹനത്തിന് പോലും പോകാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. 7.5 മീറ്റർ വീതിയിലും 75 മീറ്റർ നീളത്തിലും തീർത്തിരിക്കുന്ന പാലം നിർമ്മിച്ചത് ജലസേചന വകുപ്പായിരുന്നു. പാലത്തിനൊപ്പം ഒരു ചെക്ക് ഡാമും നിർമ്മിച്ചു. ഇതിനായി 5.6 കോടി രൂപയും അനുവദിച്ചു. അപ്രോച്ച് റോഡ് ഇല്ലാതെ വന്നതോടെ ഇതുപോലെ ഒരു ഇരുമ്പ് ഗോവണി സ്ഥാപിച്ച് അതിലൂടെയാണ് ആളുകൾ കാൽനടയായി ഈ വലിയ പാലത്തിലേക്ക് എത്തുന്നത്. സാധാരണ കോടികൾ മുടക്കിയ ഈ പാലത്തിലേക്ക് ഇപ്പോൾ കാൽനടയാത്രക്കാർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പാലം നിർമ്മിക്കുമ്പോൾ ആ പാലത്തിന് അനുബന്ധമായിട്ടുള്ള ആ പാലത്തിലേക്ക് ഒരു പ്രവേശനപാത വേണമെങ്കിൽ അതിനുള്ള സ്ഥലം ആദ്യം ഏറ്റെടുക്കുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുകയാണ് കീഴ്വഴക്കം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ഈ പാലം പണിത് കഴിഞ്ഞ് ഏകദേശം 13-14 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പാലത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു പാതയില്ല എന്ന് പറയുന്നത് എത്ര ബാലിശമാണ്, എത്ര യുക്തിഹീനമാണ് എന്നുള്ളത് സാധാരണക്കാരനായ ആൾക്കാർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്രോച്ച് റോഡ് നിർമ്മിച്ച പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം. അതിനായി നാട്ടുകാർ നടത്തിയ സമരങ്ങളും ഏറെ. ഇനിയും പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അതേസമയം റോഡിനായി സ്ഥലമേറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതോടെ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അപ്രോച്ച് റോഡിനുള്ള സ്ഥലം നഷ്ടപരിഹാരം നൽകി വാങ്ങി ഇതിന്റെ പണി പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വികസനത്തിന്റെ ഒരു നോക്കുകുത്തി മാത്രമായി ഈ പാലം വീണ്ടും ഇങ്ങനെ വർഷങ്ങളോളം കിടക്കും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.